morning, students. The next question, queuing theory. Customers arrive as per the Poisson distribution at a bank counter manned by a single cashier with mean arrival rate 6 customers per hour. The cashier attends the customers as first come first served basis at an average rate of 10 customers per hour with the service time exponential distribution. You are required to find first the probability of number of arrival 0 through 5 during first 15 minutes arrival, second case 30 minutes interval. Sorry, 15 minutes interval, second question 30 minutes interval. Second, the probability that the queuing system is ideal. Third, the probability associated with a number of customers 0 through 5 in the queuing system. Fourth, the time a customer should expect to spend in the queue. Fifth, the time a customer spend before leaving the bank counter. നല്ല ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. ഒരു കസ്റ്റമേഴ്സ് ബാങ്കിൽ അറൈവ് ചെയ്യാണ്. അവർ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിലാണ് ബാങ്ക് കൗണ്ടറിൽ സിംഗിൾ കാഷ്യറിൻ്റെ കയ്യിൽ നിന്ന് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് വിത്ത് എ മീൻ അറൈവൽ റേറ്റ്. ഇപ്പോൾ അറൈവൽ റേറ്റ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ ലാംഡ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ലാംഡ എത്രയാണ്? ലാംഡ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അറൈവൽ റേറ്റ് 6 customers per hour. അപ്പോൾ ലാംഡ 6 customers ആണ്, ഇനി മാറ്റമൊന്നും വരുത്തണ്ട. ഓക്കെ. Then the cashier attend the customers as first come first served basis. Cashier attend the customers as first come first served basis at an average rate of 10 customers per hour. അപ്പോൾ ഒരു സെർവ് ചെയ്യുന്നത് ആവറേജ് റേറ്റ് ഓഫ് 10 customers per hourലാണ്. വിത്ത് ദി സർവീസ് ടൈം എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലാണ് ചെയ്യുന്നത്. നമ്മളോട് ഫൈൻ ചെയ്യാൻ പറയുകയാണ്. എന്തൊക്കെയാണ് ചെയ്യാൻ പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് നമ്പർ ഓഫ് അറൈവൽ 0 through 5 ആണ്. ഡ്യൂറിങ് ഒന്നാമത്തെ കേസിൽ 15 minutes ഇൻ്റർവെൽ, രണ്ടാമത്തെ കേസ് 30 minutes ഇൻ്റർവെൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ദാറ്റ് ദ ക്യൂയിങ് സിസ്റ്റം ഐഡിയൽ നമുക്ക് കാണാം. മൂന്നാമത്തത് പ്രോബബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ദി നമ്പർ ഓഫ് customers 0 through 5 in the queuing system. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നാലാമത്തത് ടൈം എ കസ്റ്റമർ ഷുഡ് എക്സ്പെക്ട് ടു സ്പെൻഡ് ദ ക്യൂവിൽ ഒരു ടൈം എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കാം WQ വെച്ചിട്ട്. നെക്സ്റ്റ് ടൈംസ് എ കസ്റ്റമർ സ്പെൻഡ് ബിഫോർ ലീവിങ് ദ ബാങ്ക് കൗണ്ടറിൽ എത്രയാണ് കൗണ്ടറിൽ എത്തുന്നതിന് മുന്നേ എത്ര സമയം അവർ ക്യൂവിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മൾ എഴുതാം ആവറേജ് അറൈവൽ റേറ്റ് ലാംഡ ഈസ് ഈക്വൽ ടു എത്ര? 6 customers per hour തന്നിട്ടുണ്ട്. രണ്ടാമത് കാണേണ്ടത് മ്യൂ ആണ്. ആവറേജ് സർവീസ് റേറ്റ് മ്യൂ ഈസ് ഈക്വൽ ടു അതും തന്നിട്ടുണ്ട് ഡയറക്റ്റ് 10 customers per hour. അപ്പോൾ ആദ്യം നമ്മൾ റോ കാണണം. റോ ഈസ് ഈക്വൽ ടു ഓർ ട്രാഫിക് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. ട്രാഫിക് ഇൻറ്റൻസിറ്റി അല്ലെ റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഈസ് ഈക്വൽ ടു 6 divided by 10 ഈസ് ഈക്വൽ ടു 0.6. അതവിടെ കണ്ടുവെക്കുക. അത് പറഞ്ഞാലും ഇല്ലെങ്കിലും കണ്ടവിടെ വെക്കുക. എന്നാൽ ഈസിയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോബിലിറ്റി ഓഫ് നമ്പർ ഓഫ് അറൈവൽസ്. നമ്പർ ഓഫ് അറൈവൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ലാംഡയാണ് കാണേണ്ടത്, റോ ആണ് കാണേണ്ടത്. റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ എം 0.6 കിട്ടി. ഇനി അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 15 intervals 15 minutes ആണ് ഇന്റർവെൽ. 15 minutes എന്ന് പറഞ്ഞാൽ ടി എത്രയാണ്? ടൈം അല്ലേ 15 minutes. ടി ഈസ് ഈക്വൽ ടു 15 minutes. സോ ഈസ് ഈക്വൽ ടു 15 divided by 60. ഒരു 60 minutes. 15 minutesനെ നമ്മൾ എന്താക്കി മാറ്റണം? 1 hour ആക്കി അല്ലെങ്കിൽ ഹവർ ബേസിലേക്ക് മാറ്റണം. സോ 15 divided by 60 hour. എന്നിട്ടാണ് നമ്മളെ അതിനെന്തിലേക്ക് മാറ്റുക? സോ ലാംഡ ഇൻറ്റു ടി. ലാംഡയെ നമ്മൾ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 15 divided by ടി. ലാംഡ എത്രയാ? 6 into 15 divided by 60 ഈസ് ഈക്വൽ ടു 1.5 customers ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 15 minute കൊണ്ട് 1.5 customers ചെയ്യാൻ പറ്റും.
ഇനി ഇതുപോലെ തന്നെ എന്തും ചെയ്യാം, 30 മിനിറ്റിലുള്ള കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാം. എങ്ങനെയാണ് 30 മിനിറ്റുള്ള കസ്റ്റമേഴ്സ് ചെയ്യാം? സോ ടി ഈസ് ഈക്വൽ ടു 30 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 60. സോ ലാംഡ ടി ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 3 കിട്ടും. 3 കസ്റ്റമേഴ്സ് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കൂ. പ്രോബബിലിറ്റി ഓഫ് എൻ അറൈവൽ ഇൻ ടൈം. അപ്പോൾ ടൈം നമുക്ക് ബേസ് ചെയ്തിട്ട് 15 മിനിറ്റിനുള്ളിലുള്ള ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ പ്രോബബിലിറ്റി ഓഫ് എൻ അറൈവൽ ഇൻ ടൈം ടി ഈസ് ഈക്വൽ ടു ലാംഡ ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ടി ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ. ഓർമ്മയില്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ മാറ്റാം. പ്രോബബിലിറ്റി ഓഫ് എൻ കസ്റ്റമേഴ്സ് അറൈവൽ ഇൻ ടി ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടിയത്? ടി 15 മിനിറ്റ് ആകുമോ? 1.5 കസ്റ്റമേഴ്സ്. സോ ലാംഡ ഇൻറ്റു ടി അതാണ് നമ്മൾ ചെയ്തത്. 6 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 1.5 കിട്ടി. സോ 1.5 റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1.5. ലാംഡ ഇൻറ്റു ടി മൈനസ് ആകുമ്പോൾ -1.5 ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് അറൈവൽസ് കാണാം. 15 മിനിറ്റ് അല്ലേ? 15 മിനിറ്റ് മുമ്പ് ഓരോ ഫാക്ടോറിയൽ വെച്ചിട്ടും ചെയ്ത് നോക്കാം. 15 മിനിറ്റിനുള്ളിൽ ഒന്നാമത്തെ എത്ര, രണ്ടാമത്തെ എത്ര, മൂന്നാമത്തെ എത്ര, നാലാമത്തെ എത്ര, അങ്ങനെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ടാച്ചാൽ ആ മിനിറ്റ് മാത്രം ചെയ്താലും മതിയേ. ഇപ്പോൾ 0 നമ്മൾ ഓരോന്നും വെച്ച് ചെയ്യാം. 0 മിനിറ്റ് ആണെങ്കിൽ 1.5 റേസ് ടു 0 ഇൻറ്റു ഈൻ്റെ വാല്യൂ എത്രയായിരുന്നു ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ? 2.718. അത് മാറില്ല. സോ 1.5 റേസ് ടു 0 ഇൻറ്റു 2.718 റേസ് ടു -1.5 ഡിവൈഡ് ബൈ 0 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.223 കിട്ടും. ഇനി 1 ഫാക്ടോറിയൽ വെക്കുക. 1.5 റേസ് ടു 1 n 1 ആയി. എന്നാണ് കാണുന്നത്? ഇൻറ്റു 2.718 റേസ് ടു -1.5 ഡിവൈഡ് ബൈ n 1 ഫാക്ടോറിയൽ. സോ 0.335. ഇനി n 2 കൊടുക്കുക. 1.5 റേസ് ടു 2 ഇൻറ്റു 2.718 റേസ് ടു -1.5 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 0.251. ഇനി തേർഡ് നമ്മൾ 3 കൊടുക്കാം. എന്നിൻ്റെ നമ്പർ 3 കൊടുക്കാം. സോ 1.5 റേസ് ടു 3 ഇൻറ്റു 2.718 റേസ് ടു -1.5 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 0.126 കിട്ടി. ഞാൻ ഡീറ്റെയിൽ പറയാത്ത പി ജിക്കാരായതുകൊണ്ടാണ്. അപ്പം 5 നമ്മൾ പറയുന്നത്, 5 ടൈംസ് അല്ലേ പറയുന്നത്. അപ്പോൾ 5 വരെ വെച്ചിട്ട് ചെയ്യണം. 4 എടുക്കുക. 1.5 റേസ് ടു 4 ഇൻറ്റു 2.718 -1.5 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 0.047. ഇനി 5 നമ്മൾ ലാസ്റ്റ് 5 മിനിറ്റ്സ് വെച്ചിട്ട് ചെയ്യാം. 5 വാല്യൂ വെച്ചിട്ട് 1.5 റേസ് ടു 5 ഇൻറ്റു 2.718 റേസ് ടു -1.5 ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 0.014 കിട്ടും. ഇനി ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? 3 മിനിറ്റ്സിൻ്റെയും 3 നമ്മളിപ്പോൾ ചെയ്ത 15 മിനിറ്റ്സിൻ്റെയാണ്. അടുത്തത് എന്ത് ചെയ്യാം? 30 മിനിറ്റ്സിൻ്റെ ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു 30 മിനിറ്റ്സ്. മനസ്സിലായില്ലേ? സിമ്പിളാ സാധനം. 30 ഡിവൈഡ് ബൈ 60 ഹവേഴ്സ്. സോ ലാംഡ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ലാംഡ എത്രയാ? 6 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 3 കസ്റ്റമേഴ്സ്. ടീച്ചർ നേരത്തെ പറഞ്ഞ സാധനം. ഇനി പ്രോബബിലിറ്റി ഓഫ് n arrival in time t is equal to lambda into t raised to n into e raised to minus lambda into t divided by n factorial. ഇതേപോലെ നേരത്തെ ചെയ്തത് ഒരു ബോക്സിലാക്കി ചെയ്യുന്നതെന്നാണല്ലോ. ബാക്കിയൊക്കെ സെയിം 5 വർഷത്തെ. n നമ്പർ ഓഫ് ഇയേഴ്സ്, വാല്യൂ ഇൻ 30 മിനിറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് 0 കൊടുക്കുക. ലാംഡ എത്രയാ? 3 ഇൻ റേസ് ടു 0 ഇൻറ്റു ഇൻ്റെ വാല്യൂ മാറുമോ? ഇല്ല. 2.718 ലാംഡ ഇൻറ്റു ടി എത്രയായിരുന്നു കിട്ടിയത്? -3 ഡിവൈഡ് ബൈ 0 ഫാക്ടോറിയൽ. സോ ഈസ് ഈക്വൽ ടു 0.050. ഇനി 1 കൊടുക്കാം. 3 റേസ് ടു 1 ഇൻറ്റു 2.718 റേസ് ടു -3 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 0.149 സെക്കൻഡ്. 2 2 കൊടുക്കാം. 3 റേസ് ടു 2 ഇൻറ്റു 2.718 റേസ് ടു -3 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ നിന്ന് 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 0.224. ഇനി 3 കൊടുക്കാം.
3 raised to 3 into 2.7182 raised to minus 3 divided by 3 factorial. 3 into 2 into 1 is equal to 0.224. അവിടെ നിങ്ങൾ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യണേ. 224 ചെറിയ വ്യത്യാസം വരും. നെക്സ്റ്റ് n എന്ന് പറയുന്ന വാല്യൂ 4 കൊടുത്ത് 3 raised to 4 into 2.718 raised to minus 3 divided by 4 factorial. 4 into 3 into 2 into 1 is equal to 0.168. ഇനി n 5 ലാസ്റ്റ് 5 ഇട്ടൊക്കെ 3 raised to 5 into 2.718 raised to minus 3 divided by 5 factorial. 5 into 4 into 3 into 2 into 1 is equal to 0.101 നമുക്ക് കിട്ടി. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം റോ കണ്ട് 0.6 കിട്ടി. 15 മിനിറ്റ്സ് വെച്ചപ്പോൾ നമുക്ക് വാല്യൂ ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. അപ്പോൾ ലാംഡ ഇൻറ്റു ടി എന്ന് പറയുന്നത് 6 into 15 divided by 60 1.5 വെച്ച്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇയറിലും വെച്ച് ചെയ്ത് നോക്കും. കാരണം നമുക്ക് എന്താണ് പറയുന്നത്, 5 മാക്സിമം എത്രയാണ് അറൈവൽസ് എന്ന് പറയുന്നുണ്ട്, 0 through 5 എന്ന് പറഞ്ഞാൽ 0 മുതൽ 5 വരെ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത 30 മിനിറ്റ്സ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആ 30 മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 30 minutes, 30 divided by 60 hours. സോ ലാംഡ ഇൻറ്റു ടി 6 into 30 divided by 60 3 കസ്റ്റമേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ 0 മുതൽ 5 വരെ ചെയ്ത് നോക്കി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ദാറ്റ് ദ ക്യൂയിങ് സിസ്റ്റം ഈസ് ഐഡിയൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, പ്രോബബിലിറ്റി ദാറ്റ് ദ ക്യൂയിങ് സിസ്റ്റം ഈസ് ഐഡിയൽ. ഇക്വേഷൻ എന്തായിരുന്നു, 1 minus lambda divided by mu is equal to 1 minus lambda divided by mu നമ്മൾ കണ്ടുപിടിച്ച് 0.6 is equal to ഐഡിയൽ ടൈം എത്രയാണ്, 0.4 ആണ് ഐഡിയൽ ക്യൂ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദ പ്രോബബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് എ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 0 through 5 ഇൻ ദ ക്യൂയിങ് സിസ്റ്റം. 0 മുതൽ 5 വരെയുള്ള ക്യൂയിങ് സിസ്റ്റത്തിൽ പ്രോബബിലിറ്റി നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അസോസിയേറ്റ് ചെയ്ത് എത്രയാണ്. ഇക്വേഷൻ എന്തായിരുന്നു, rho n is equal to or pn or rho n is equal to lambda divided by mu raised to n into 1 minus lambda divided by mu is equal to lambda divided by mu നമുക്ക് കിട്ടി എത്രയായിരുന്നു, lambda divided by mu ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച റോ എത്രയായിരുന്നു, 0.6 raised to n into 1 minus lambda divided by mu നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഐഡിയൽ ക്യൂ 0.4. അപ്പോൾ 0.6 raised to n into 0.4 അത് നമുക്ക് 0 മുതൽ 5 വരെ കാണണം. കാരണം നമ്മൾ നമ്പർ ഓഫ് 0 through 5 ആണ് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ടാബിൾ കൊടുക്കുക എന്നാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്, പ്രോബബിലിറ്റി, വാല്യൂ കാണാനുള്ള സ്പേസ്. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഫസ്റ്റ് 0 ആണ്. അപ്പോൾ 0.6 raised to 0 into 0.4 പ്രോബബിലിറ്റി എത്ര വരിക, 0.4. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 1 എടുക്കുക, 0.6 raised to 1 into 0.4 is equal to 0.24. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 2 എടുക്കുക, 0.6 raised to 2 into 0.4 is equal to 0.144. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 3 എടുക്കുക, 0.6 raised to 3 into 0.4 is equal to 0.086. നെക്സ്റ്റ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 4, 0.6 raised to 4 into 0.4 അപ്പോൾ 0.052. നെക്സ്റ്റ് 5 കസ്റ്റമേഴ്സ് നമ്പർ ഓഫ് 5 കൊടുക്കുക, 0.6 raised to 5 into 0.4 ഈസ് ഈക്വൽ ടു 0.031 കിട്ടും. അപ്പോൾ നമുക്ക് 0 മുതൽ 5 വരെയുള്ള നമ്പർ ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും പ്രോബബിലിറ്റിയും കിട്ടി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ടൈം എ കസ്റ്റമേഴ്സ് എന്തായിരുന്നു, ടൈം എ കസ്റ്റമേഴ്സ് ഷുഡ് എക്സ്പെക്ട് ടു സ്പെൻഡ് ഇൻ ദ ക്യൂ. ഒരു ക്യൂവിൽ കസ്റ്റമേഴ്സ് എത്ര ടൈമാണ് എക്സ്പെക്ട് ചെയ്തതെന്ന്. ഇക്വേഷൻ എന്തായിരുന്നു, WQ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ. സോ ഈസ് ഈക്വൽ ടു ലാംഡ 6 ആണ്, മ്യൂ 10 ആണ്. സോ ഈസ് ഈക്വൽ ടു 6 divided by 10 into 10 minus 6 is equal to 0.15 hours is equal to 16 minutes കിട്ടും. 15 hours എന്ന് പറയുന്നത് 15 hours എന്ന് പറഞ്ഞാൽ 9 minutes ആണ്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ടൈം എ കസ്റ്റമർ ഷുഡ് എക്സ്പെക്ട് ടു സ്പെൻഡ് ഇൻ എ ക്യൂ ആണെങ്കിൽ WQ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ.
ലാംഡ 6 ആണ്, മ്യൂ 10 ആണ് അറിയാം. സോ 6/10 ഇൻറ്റു 10 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 6/10 ഇൻറ്റു 4 6/40 എന്ന് പറയുന്ന 0.15 ഹവേഴ്സ്. അതിനെ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 9 മിനിറ്റ്സ് ആവും. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ടൈം എ കസ്റ്റമർ സ്പെൻഡ് ബിഫോർ ലീവിങ് ദ ബാങ്ക് കൗണ്ടർ. ബാങ്ക് കൗണ്ടറിൽ ലിവിങ് ചെയ്യുമ്പോൾ എത്ര സമയമാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്? എന്തായിരുന്നു ക്യൂവിൽ സ്പെൻഡ് ചെയ്ത ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താ? WS ഈസ് ഈക്വൽ ടു 1/μ മൈനസ് ലാംഡ. സോ 1/μ10 ആണ്, ലാംഡ 6 ആണ്. 1/10 മൈനസ് 6 ഈസ് ഈക്വൽ ടു 1/4 ഹവർ, ദാറ്റ് ഈസ് 15 മിനിറ്റ്സ്. സോ ഒന്നും കൂടി ഞാൻ ആ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ബാങ്കിൽ നമ്മൾ ഒരു കൗണ്ടർ കാഷ്യർ ചെയ്യുമ്പോൾ സിംഗിൾ കാഷ്യർ 6 അറൈവൽ റേറ്റ് 6 കസ്റ്റമേഴ്സ് പെർ ഹവറും സർവീസ് റേറ്റ് 10 കസ്റ്റമേഴ്സ് പെർ ഹവറുമാണ്. നമുക്ക് പ്രോബബിലിറ്റി നമ്പർ അറൈവൽ ചെയ്യുന്നത് കാണാൻ പറയുന്നുണ്ട് 0 മുതൽ 5 വരെ, 15 മിനിറ്റ്സ് ഇൻ്റർവെല്ലും 30 മിനിറ്റ്സ് ഇൻ്റർവെല്ലും. രണ്ടാമത്തത് ക്യൂയിങ് സിസ്റ്റത്തിൽ ഐഡിയൽ ചോദിക്കുന്നുണ്ട്, ഐഡിയൽ പ്രോബബിലിറ്റി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ക്യൂയിങ്ങിൽ സിസ്റ്റത്തിൽ അറൈവ് ചെയ്യുമ്പോൾ അവരുടെ പ്രോബബിലിറ്റി 0 മുതൽ 5 വരെ കാണാൻ പറയുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു കസ്റ്റമർ എത്ര ടൈം ക്യൂവിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. രണ്ടാമത്തത് എത്ര ടൈം അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പം നമ്മൾ ഫസ്റ്റ് ലാംഡ 6 മ്യൂ 10 എന്ന് കണ്ട് റോ കാണാം. ലാംഡ/μ 0.6 കിട്ടും. നെക്സ്റ്റ് T 15 മിനിറ്റ്സ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് n അറൈവൽ ഇൻ എ ടൈം T ആണ് കണ്ടത്. ലാംഡ T റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു T ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ എന്നാണ് ഇക്വേഷനിൽ 0 മുതൽ 5 വരെയുള്ള വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്. രണ്ടാമത് 30 മിനിറ്റ്സ് വെക്കണം. T ഈസ് ഈക്വൽ ടു 30 മിനിറ്റ്സ്. ഇക്വേഷന് മാറ്റമൊന്നുമില്ല. പ്രോബിലിറ്റി ഓഫ് n അറൈവൽ ഇൻ ടൈം T ഈസ് ഈക്വൽ ടു ലാംഡ T റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു T ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ. നമ്മൾ അതും 0 മുതൽ 5 വരെ വാല്യൂ കണ്ടുപിടിച്ച്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐഡിയൽ ടൈം ആണ്. 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. ആൻസർ കിട്ടുന്നത് 0.4 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രോബബിലിറ്റി നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ക്യൂയിങ് സിസ്റ്റത്തിൽ കാണാൻ പറയാണ്. ഇക്വേഷൻ റോ n ഈസ് ഈക്വൽ ടു അല്ലെ PN ഓർ റോ n ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ റേസ് ടു n ഇൻറ്റു 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. അപ്പം നമ്മൾ ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഓൾറെഡി കണ്ട് 0.6 റേസ് ടു n ഇൻറ്റു 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഓൾറെഡി ഇപ്പോൾ ഐഡിയൽ കണ്ട് 0.4 ആണ്. അപ്പോൾ അതും 0 മുതൽ 5 വരെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഒരു കോളം വരച്ച് ചെയ്താൽ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ 0 മുതൽ 5 വരെയുള്ള വാല്യൂ കണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈം എ കസ്റ്റമർ ഷുഡ് എക്സ്പെക്റ്റഡ് ടു സ്പെൻഡ് എ ക്യൂ ആണ്. അപ്പോൾ WQ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡയാണ്. വാല്യൂ നമുക്ക് 0.15 ഹവേഴ്സ് കിട്ടി. സോ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 9 മിനിറ്റ്സ്. അഞ്ചാമത്തത് ടൈം എ കസ്റ്റമർ സ്പെൻഡ് ബിഫോർ ലീവിങ് ദ ബാങ്ക് കൗണ്ടർ ആണെങ്കിൽ എത്ര സമയം വെറുതെ വെയിറ്റ് ചെയ്തത്? WS ഈസ് ഈക്വൽ ടു 1/μ മൈനസ് ലാംഡ. നമുക്ക് 1/4 ഹവർ അല്ലെ 15 മിനിറ്റ്സ് കിട്ടും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, assume that a bank teller window the customers arrive in their cars at the average rate of 20 per hour according to Poisson distribution. Assume also that the bank teller spends an average of 2 minutes per customers to complete a service and the service time is exponentially distributed. Customers who arrive from an infinite population are served on a first come first served basis and there is no limit to possible queuing length. First question, what is the expected waiting time in the system per customer? Second, what is the mean number of a customers waiting in the system? Fourth, what is the probability of 0 customers in the system? Fourth, what value is the utilization factor? നമ്മളോട് പറയുന്നത് ഒരു ബാങ്കിൽ വിൻഡോയിൽ കസ്റ്റമേഴ്സ് അറൈവ് ചെയ്യാണ്, ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്, അത് അറൈവ് ചെയ്യാണ്. ഇൻ ദെയർ കാസിലാണ്. അറ്റ് ദ ആവറേജ് റേറ്റ്, അതിൻ്റെ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് 20 per hour ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം. ബാങ്ക് ടെല്ലർ സ്പെൻഡ് ആൻ ആവറേജ് ഓഫ് 2 minutes per hour കസ്റ്റമേഴ്സ് ടു കംപ്ലീറ്റ് എ സർവീസ്. ഒരു സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ 2 മിനിറ്റ് പെർ ഹവർ ബേസ്, 2 മിനിറ്റ് പെർ കസ്റ്റമർ ബേസ് ചെയ്തിട്ടാണ് സർവീസ് റേറ്റ് ചാർജ് ചെയ്തത്. അപ്പോൾ കസ്റ്റമേഴ്സിനോട്
ഹു അറൈവ് ഫ്രം ദ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ ആണ്, ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർ സെർവ്ഡ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസ്, ആദ്യം വരുന്ന ആൾക്കാർക്ക് ആദ്യം സർവീസ് കൊടുക്കുന്ന ബേസിസ് ആണ്. നമുക്ക് നോ ലിമിറ്റ് ടു പോയിസോൺ ക്യൂ ലെങ്ത് ആണ്, നോ ലിമിറ്റ് ടു പോയിസോൺ ക്യൂ ലെങ്ത് ആണ് നമ്മളോട് ഫസ്റ്റ് പറഞ്ഞത്. എക്സ്പെക്റ്റഡ് വെയിറ്റിംഗ് ടൈം പെർ കസ്റ്റമർ സിസ്റ്റത്തിൽ എത്രയാണ്, അതുപോലെ തന്നെ മീൻ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ഇൻ ദ സിസ്റ്റം എത്രയാണ്. മൂന്നാമത്തത് പ്രോബബിലിറ്റി ഓഫ് 0 കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം എത്രയാണ്. നാലാമത്തത് എത്രയാണ് യൂട്ടിലൈസേഷൻ ഫാക്ടർ. ആദ്യം നമുക്ക് എഴുതേണ്ട ഫസ്റ്റ് ഐറ്റം ടീച്ചർ സാധാരണ പറയാൻ പോലെ തന്നെ ആവറേജ് അറൈവൽ റേറ്റ് ലാംഡ ഈസ് ഈക്വൽ ടു 20 കസ്റ്റമർ പെർ ഹവർ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇനി ആവറേജ് സർവീസ് റേറ്റ് മ്യൂ എന്താണ് 2 മിനിറ്റ്സ് ആണ്. 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 60/2 ഹവറിലേക്ക് മാറ്റുമ്പോൾ 60/2. അപ്പോൾ 30 കസ്റ്റമേഴ്സ് പെർ ഹവർ നമുക്ക് ഇപ്പോൾ ലാംഡ 20യും മ്യൂ 30യും കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, എക്സ്പെക്റ്റഡ് വെയിറ്റിംഗ് ടൈം ഇൻ സിസ്റ്റം പെർ ഹവർ ഡബ്ല്യുഎസിന്റെ ഇക്വേഷൻ എന്താ 1/μ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 1/μ 30 ലാംഡ 20. സോ 1/30 മൈനസ് 20 ഈസ് ഈക്വൽ ടു 1/10. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, ഓക്കെ സോറി ഇതിന്റെ ബാക്കി ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ വിട്ടുപോയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് സിസ്റ്റം WS കാൽക്കുലേറ്റ് ചെയ്യണം. തേർഡ് കസ്റ്റമേഴ്സ് പ്രോബബിലിറ്റി ഓഫ് 0 കസ്റ്റമേഴ്സ് എന്നാണ് ഐഡിൽ ടൈം. 0 കസ്റ്റമേഴ്സ് ഓഫ് ദ സിസ്റ്റം എന്നാണ് ഐഡിൽ ടൈം. ഐഡിൽ ടൈം എങ്ങനെയാണ് 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. അപ്പോൾ ആദ്യം നമുക്ക് 1 മൈനസ് ലാംഡ എത്ര 20 ഡിവൈഡ് ബൈ മ്യൂ 30. അപ്പോൾ 1 മൈനസ് 20 ഡിവൈഡ് ബൈ 30 ആണ് ലാംഡ കിട്ടുക. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നിങ്ങൾ ചെയ്ത് നോക്കേ. സോ നാലാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്, അതെൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്, സോറി. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 30 2/3 കിട്ടും. അടുത്തൊരു മോഡല് അടുത്തൊരു കൺസെപ്റ്റും കൂടി പറഞ്ഞുതരാം, തീരുമായിരിക്കും. So the next model M/M/1 GD/infinity/model എന്ന് പറഞ്ഞാൽ in this model there is a Poisson arrival rate, Poisson service rate, single server, general discipline, infinite number of customers permitted in the system and the size is called infinite. എന്ന് പറയുന്ന ഈ മോഡലിൽ പോയിസോൺ അറൈവൽ റേറ്റും പോയിസോൺ സർവീസ് റേറ്റും സിംഗിൾ സെർവർ ആയിരിക്കും, ഒറ്റ സെർവർ. ജനറൽ ഡിസിപ്ലിൻ, അവിടെ ജനറൽ ആയിട്ടുള്ള ഡിസിപ്ലിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ആ ഒരു മോഡലിനെയാണ് M/M/I GD/infinity മോഡൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മോഡലിൽ ഇക്വേഷന് വലിയ മാറ്റമൊന്നുമില്ല, നമ്മൾ കൺസെപ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ദ അറൈവൽ റേറ്റ് ഓഫ്, ഒരു ക്വസ്റ്റ്യൻ പറയാം, അറൈവൽ റേറ്റ് ഓഫ് കസ്റ്റമേഴ്സ് അറ്റ് എ banking counter follows Poisson distribution with a mean of 45 hours. The service rate of counter clerk also follows Poisson distribution with a mean of 60 per hour. First, what is the probability of having 0 customers in the system? P0. Second, what is the probability of having 5 customers to the system? PS. Third, what is the probability of having 10 customers in the system? P10. Fourth, find LS, LQ, WS, WQ. അപ്പോൾ നമ്മളോട് പറയുന്ന ഒരു അറൈവൽ റേറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ബാങ്കിങ് കൗണ്ടറിൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യാണ്. അതിൻ്റെ അറൈവൽ റേറ്റ് എത്ര 45 ഹവേഴ്സ് ആണ്. സർവീസ് റേറ്റ് കൗണ്ടർ ക്ലർക്കിൻ്റെ പോയിസോൺ 60. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഏവറേജ് അറൈവൽ റേറ്റ് ലാംഡ 45 കസ്റ്റമേഴ്സ് പെർ ഹവറും ഏവറേജ് സർവീസ് റേറ്റ് മ്യൂ 60 കസ്റ്റമേഴ്സ് പെർ ഹവറും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം റോ അവിടെ കണ്ടുവെച്ച് വെക്കാം. ഞാൻ പറഞ്ഞില്ലേ റോ എപ്പോഴും കണ്ടുവെക്കണം. Rho is equal to lambda divided by mu. So 45 divided by 60 is equal to 0.75. First question എന്താ, probability having 0 customers in the system P0. 0 customers in the system എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇല്ല അല്ലെങ്കിൽ 0 customers in the system എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഐഡിൽ ടൈം ആണ്. കസ്റ്റമർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ഐഡിൽ ടൈം. സോ ഐഡിൽ ടൈമിന്റെ ഇക്വേഷൻ എന്താ, P0 ഐഡിൽ ടൈം 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ
mu is equal to 1 minus 45 divided by 60 is equal to 0.25. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് 5 കസ്റ്റമേഴ്സ് ടു ദി സിസ്റ്റം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് 5 കസ്റ്റമേഴ്സ് ടു ദി സിസ്റ്റം P5 ഈസ് ഈക്വൽ ടു എന്തായിരുന്നു റോ n ഓർ Pn ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ റേസ് ടു n ഇൻറ്റു 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. ഇതൊക്കെ സിമ്പിളാണ്, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. 45 ഡിവൈഡ് ബൈ 60 റേസ് ടു 5 ഇൻറ്റു 1 മൈനസ് 45 ഡിവൈഡ് ബൈ 60. അപ്പോൾ 45 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 5 അതിന് 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം ആ കിട്ടുന്ന ഫിഗറിന്. സോ വാല്യൂ ഇട്ട 0.237 ഇൻറ്റു 1 മൈനസ് 45 ഡിവൈഡ് ബൈ 60 ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ഫസ്റ്റിൽ 0.25. So 0.237 into 0.25 is equal to 0.0593 കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് 10 കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. 10 കസ്റ്റമേഴ്സ് ആകുമ്പോൾ P10 ഈസ് ഈക്വൽ ടു P10 എന്ന ഇക്വേഷൻ സെയിം എന്നാ Pn ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ റേസ് ടു n ഇൻറ്റു 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ആണ് ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ Pn പകരം അവിടെ എന്ത് കൊടുക്കും P10 അല്ലെ റോ 10 എന്ന് കൊടുക്കും. അത്രയേ ഉള്ളൂ. സോ P10 ഈസ് ഈക്വൽ ടു 45 ഡിവൈഡ് ബൈ 60 റേസ് ടു 10 ഇൻറ്റു 1 മൈനസ് 45 ഡിവൈഡ് ബൈ 60. അപ്പോൾ 45 ഡിവൈഡ് ബൈ 60 കണ്ടിട്ട് അതിനെ 10 പ്രാവശ്യം റേസ് ടു കാണണം. അപ്പോൾ വാല്യൂ കിട്ടുന്ന 0.056. നിങ്ങൾ ചെയ്ത് നോക്കണേ. 0.056 ഇൻറ്റു 1 മൈനസ് 45 ഡിവൈഡ് ബൈ 60 നമ്മൾ ഓൾറെഡി കണ്ട് 0.25 ഈസ് ഈക്വൽ ടു 0.014. അടുത്തത് നമ്മളോട് നാലാമത്തെ ക്വസ്റ്റ്യനിൽ LSഉം LQയും WSഉം WQയും കാണാൻ പറയുന്നത്. LS ലാംഡ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 45 ഡിവൈഡ് ബൈ 60 മൈനസ് 45 ഈസ് ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ വേണമെങ്കിൽ ചെയ്യാം. റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ. റോ എത്രയായിരുന്നു കണ്ടത് 0.75 ഡിവൈഡ് ബൈ 1 മൈനസ് 0.75 ഈസ് ഈക്വൽ ടു 3 കസ്റ്റമേഴ്സ്. രണ്ട് രീതിയിൽ ചെയ്താൽ ഒരു ഉത്തരമാണ് കിട്ടുക. അടുത്ത LQ ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ. ഇതൊന്നും ഒന്ന് ചെയ്താൽ മതി, രണ്ടിൽ ചെയ്യുന്നതാണുള്ളൂ. സോ ഈസ് ഈക്വൽ ടു 45 സ്ക്വയർ ഡിവൈഡ് ബൈ 60 ഇൻറ്റു 60 മൈനസ് 45 ഈസ് ഈക്വൽ ടു 2025 ഡിവൈഡ് ബൈ 900 ഓർ റോ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് റോ ഈസ് ഈക്വൽ ടു 0.75 സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് 0.75 ഈസ് ഈക്വൽ ടു 2.25 കസ്റ്റമേഴ്സ്. അപ്പോൾ 2025 ഡിവൈഡ് ബൈ 900 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ വാല്യൂ കിട്ടുക 2.25 കസ്റ്റമേഴ്സ് തന്നെ കിട്ടും. ഇനി WS ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 60 മൈനസ് 45 ഈസ് ഈക്വൽ ടു 1/15 4 മിനിറ്റ്സ്. WQ ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 45 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 60 മൈനസ് 45 ഈസ് ഈക്വൽ ടു 45 ഡിവൈഡ് ബൈ 900 ഓർ rho divided by mu minus lambda is equal to 0.75 divided by 60 minus 45 is equal to 0.05 hours. 0.05 hours. അപ്പോൾ രണ്ടും WQ ഫസ്റ്റ് മെത്തേഡ് കണ്ടാലും 0.05 hours ആയിട്ട്, സെക്കൻഡ് മെത്തേഡ് കണ്ടാലും 0.05 hours ആണ് കിട്ടുക. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻസ്. സിമ്പിളാണ്. നമ്മളോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ബാങ്കിൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അറൈവൽ റേറ്റ് 45, ലാംഡ 45ഉം മ്യൂ 16 കിട്ടും. സോ ഫസ്റ്റ് റോ അവിടെ കണ്ടുവെക്കണം. റോ ലാംഡ ഡിവൈഡ് ബൈ മ്യൂ 0.75. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഹാവ് എ 0 കസ്റ്റമേഴ്സ് എന്ന കസ്റ്റമർ ഇല്ല എന്നർത്ഥം. ഐഡിലാണ്. ഐഡിലിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ 0.25 കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി 5 കസ്റ്റമേഴ്സ് സിസ്റ്റം Pn ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ റേസ് ടു n 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ m. അതിന്റെ വാല്യൂ കിട്ടുക 0.0593 കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? പ്രോബബിലിറ്റി ഹാവിംഗ് 10 കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം P10 ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ റേസ് ടു 10 ഇൻറ്റു 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. ആൻസർ വരിക 0.014. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ LSഉം LQയും WSഉം WQയും കാണാം. LS ലാംഡ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ അല്ലെങ്കിൽ റോ ഡിവൈഡ് ബൈ 1 മൈനസ് പി. രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താലും 3 കസ്റ്റമേഴ്സ് കിട്ടും. LQ ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ അല്ലെങ്കിൽ റോ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് റോ. രണ്ടിൻ്റെ ആൻസറും 2.25 കസ്റ്റമേഴ്സ് കിട്ടുക. WS 1 ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ 4 മിനിറ്റ്സ്. WQ
ലാംഡ ഡിവൈഡ് ബൈ ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ ഓർ റോ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ. രണ്ടിൻ്റെ ആൻസറും 0.05 ഹവേഴ്സ് കിട്ടും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞത് സെക്കൻഡ് മോഡലായ m/m/i/ ഇൻറ്റു GD ഇൻറ്റു ലാംഡ ഇൻഫിനിറ്റി മോഡൽ. അവിടെ 2 ക്വസ്റ്റ്യൻ ചെയ്ത് ക്വസ്റ്റ്യൻ നമ്പർ 17 അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞത് ഇത്രയാണ്. അവിടെ ഫസ്റ്റ് നമ്മൾ 15ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നെക്സ്റ്റ് അതുപോലെ തന്നെ അടുത്തൊരു മോഡലായ സെക്കൻഡ് മോഡലായ അടുത്ത മോഡലിൽ ഒരു ക്വസ്റ്റ്യനും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് ഫൈനലി ആൻസർ W³ 0.05 കിട്ടി. ബാക്കി നമുക്ക് അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.